അമ്മേ എന്നടാ എന്തോ ഉണ്ടാക്കാനുള്ള പരിപാടിയാണല്ലോ. ഞാനേ നിനക്ക് നാളെ ചോറ് കൊണ്ടോണ്ടേ? ചോറുണ്ടോണം. അപ്പോൾ ചോറിന് കറി കുറവാകൊണ്ട് ഞാൻ ഇച്ചിരി മോര് കാച്ചിയേക്കാന്ന് ഓർത്തിരിക്കുക. ആണോ? നമുക്ക് എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുത്താലോ? അതിനെന്നാ നമുക്ക് മോര് കാച്ചത് കാണിക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന മോര് കാച്ചതാണേ. നമ്മൾ ദിൽഷയുടെ മോര് കാച്ചി ഇതിനു മുന്നേ ഇട്ടിട്ടുണ്ടല്ലോ അമ്മേ? അതെ അതെ അതെ. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ മോര് കാച്ചാണ് കേട്ടോ. അതിന് മുന്നേ ഞാൻ നിങ്ങളൊരു സാധനം കാണിച്ചു തരാം. ഇത് നോക്കി, ഇതാണ് നമ്മ കറിയൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ. അത് മാത്രമേ ഉള്ളൂ, ബീഫ് കറി മാത്രമേ ഉള്ളൂ. ബീഫ് കറി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നാളെ പൊതി കെട്ടാനാകുമ്പോൾ ഒരു ചാറ് കൂടെ എന്തെങ്കിലും വേണ്ടേ? അതുകൊണ്ട് ഒരു ചാറ് വെക്കാൻ വേണ്ടി ഒരു കാച്ചുവാന്ന് പറയും. ഇതിന് നമ്മൾ മോര് തന്നെ പല രീതിയിൽ മോര് കറി ഉണ്ടാക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്നത് മോര് കറിയാണ്. ഇതിന് തേങ്ങയൊന്നും വേണ്ട കേട്ടോ. ചുമ്മാ പൊടികളൊക്കെ ഇട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണേ. ഇത് ഞാനൊരു ചെറിയ പാത്രം വെച്ചു, അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. നമ്മുടെ ബീഫിനൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു സൈസ് മോര് കറിയാലമ്മേ. ബീഫ് തോരനും ഇതുപോലെ ബീഫ് കറിയ ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു മോര് കറി കൊണ്ട് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമാവുള്ളൂ കേട്ടോ. മോര് കറിയ കാബേജ് അങ്ങനെ 1-2 കറികളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. വെള്ളം വരുമ്പോ തന്നെ പറയുമ്പോൾ തന്നെ പ്രത്യേകിച്ച് വേറൊരു കറികൾ ഉണ്ടാക്കാൻ പറ്റിയില്ലെന്ന്. അതുകൊണ്ടാണ് ഇപ്പം പെട്ടെന്ന് മോര് കാച്ചി വെക്കണേ. നിമിഷ ഡ്യൂട്ടി കേട്ടോ. നിമിഷം 8 മണിയൊക്കെ കഴിഞ്ഞേ വരുള്ളൂ, താമസിച്ചേ വരുള്ളൂ കേട്ടോ. പിന്നെ 2 ദിവസമായിട്ട് ഇവർക്ക് ഭയങ്കര ഡ്യൂട്ടി തിരക്കുകളായിരുന്നു. നൈറ്റ് ഡ്യൂട്ടിയും അത് 2 പേർക്കും ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ടൊക്കെ വീഡിയോ ഇടാൻ താമസിച്ചില്ല. എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. എല്ലാവരും ക്ഷമിക്കണം. കാരണം ഒരു രീതിയിൽ ഇടാൻ പറ്റത്തില്ലായിരുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ചാച്ചനും മരക്കൂട്ടനും റീവൂട്ടനും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അതെ അതെ. റീവൂട്ടിനെ ചാച്ചൻ്റെ അടുത്ത് കൊണ്ട് എഴുത്തേക്കും കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ഈ പരിപാടി നടക്കുകയല്ല. അതുകൊണ്ട് ചാച്ചൻ്റെ അടുത്ത് കൊണ്ട് എഴുത്തേക്കുക. എന്നിട്ട് നിമിഷം വരുമ്പോഴത്തേക്കും നമുക്കിത് വെക്കാൻ വേണ്ടിയാണ്. നിമിഷം ഇപ്പോൾ വരാറായിട്ടുണ്ട് കേട്ടോ. എന്നോട് ബീഫ് കറി ഉണ്ടാക്കി വെക്കണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ആണോ? അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. എന്താ ഞാൻ ഉണ്ടാക്കൂലായിരുന്നോടാ. ഏതാണേലും നമ്മുടെ അമ്മ ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ വരുമ്പോൾ ബീഫ് ഉണ്ടാക്കാന്ന് വിചാരിച്ചാണ് കേട്ടോ. നമുക്ക് ഞാൻ ഉണ്ടാക്കുന്ന ബീഫ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഏതാണേലും എന്താ പറയുക, അമ്മ ഓൾറെഡി ബീഫ് ഉണ്ടാക്കിയോണ്ട് എനിക്കത് ഉണ്ടാക്കാൻ വന്നില്ല. ഇനിയിപ്പോൾ മോര് കറി കൂടെ അമ്മ ഉണ്ടാക്കും അല്ലേ? പിള്ളേരെ വെച്ച് അമ്മ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ബീഫ് സമ്മതിച്ചു വന്നിരിക്കുന്നത് കേട്ടോ. ചാച്ചൻ ഉണ്ടായിരുന്നല്ലോ, ചാച്ചൻ അത്യാവശ്യം ഹെൽപ്പ് ചെയ്തു. അതെ, ഓക്കെ. ഞാൻ എണ്ണ ചൂടായ കുറച്ച് കടുക് ഇട്ട് കൊടുത്തേ. നിങ്ങൾ അതേസമയം നമ്മുടെ പുറത്തെ മഴ കണ്ടോ? എന്തൊരു മഴയാണെന്നറിയാമോ? 2-3 ദിവസത്തേക്ക് ഇവിടെ ഇനി ഭയങ്കര മഴയായിരിക്കും കേട്ടോ. തോന്നുമ്പോഴത്തേക്ക് മിറ ഇറങ്ങാൻ വേണ്ടി തുടങ്ങാം. മിറ നോ നോ നോ, നമ്മുടെ പൂച്ച കയറുക. പുറത്ത് എപ്പോഴും മഴ പെയ്യുന്നു കണ്ടോ. അപ്പോൾ ഇതേ നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്തോട്ട് ഒരു ചെറിയ ഒരു നുള്ള ഉലുവ ഇട്ട് കൊടുത്തു കേട്ടോ. സിമ്പിൾ മോര് കറിയല്ലേ? സിമ്പിൾ. കളന്ന് പറയാൻ പറ്റത്തില്ല. കളനല്ലല്ലോ. അല്ല, കളനൊന്നും അല്ല. പെട്ടെന്ന് ഉണ്ടാക്കുന്ന സിമ്പിൾ മോര് കറിയാണ്. ഇനി നമുക്ക് ഞാൻ ഇതിന് വേണ്ട ഒരു ഒരലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിതൊന്ന് ചതക്കട്ടെ കേട്ടോ. ഈ ഉലുവ പൊട്ടുന്ന കാര്യത്തിന് ഞാനിത് ചാച്ചെടുക്കും കേട്ടോ. നമ്മുടെ ഉലുവയും പൊട്ടി തുടങ്ങി. നമുക്ക് ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഇതേ അത് കഴിയുമ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ചാച്ചല്ലേ അതിട്ട് കൊടുത്തു. ഒരതൽ കറിവേപ്പില ഉണ്ടായിരുന്നേ, ഇത് ഞാനകത്ത് കയറി ഇട്ട് കൊടുത്തു കേട്ടോ. നമ്മൾ കടുകും ഉലുവയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ജീരകം, മുഴുവൻ ജീരകമാണെങ്കിൽ ഒരു നുള്ള ജീരകവും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എനിക്ക് ജീരക പൊടിയുണ്ട്, അതുകൊണ്ട് ഞാനത് ലാസ്റ്റ് ഇടുന്നുള്ളൂ കേട്ടോ. ഞാൻ ഇനി ഇതിനകത്തോട്ട് ഇത് കാശ്മീരി ചില്ലിയാണേ. ഇത് വെറുതെ 2-3 മുറിച്ച് ഇതിനകത്ത് കിടക്കുന്ന കാണാം. മോര് കറിക്കകത്ത് കിടക്കുമ്പോഴും നമുക്ക് ചോറിനകത്ത് പിഴിഞ്ഞ് കൂട്ടി ചോറ് ഉണ്ണാനൊക്കെ ഭയങ്കര ടേസ്റ്റാട്ടോ ഇത്. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ മുളക് കിട്ടി കഴിഞ്ഞാൽ ലോട്ടറിയാണ് കേട്ടോ. അതെ അതെ. നമ്മൾ അതിനകത്തൊക്കെ ഒന്ന് പിഴിഞ്ഞിട്ട് അല്ലേ, ആ പിഴിയുമ്പോൾ അതിനകത്തെ ആ മുളകിൻ്റെ ആ കളറും അത് നല്ല ചെറിയൊരു എരിവും, ഭയങ്കര എരിവല്ല, ചെറിയൊരു എരിവും എല്ലാം കൂടെ വരും. മണം കാരണം ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. സൂപ്പർ. എനിക്ക് ഉലുവ എണ്ണയ്ക്കകത്ത് കിടന്ന് അല്ലേ, ഉലുവയും ഈ വെളുത്തുള്ളിയും കടുകും എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു മണം ഒരു രക്ഷ. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഇത് തീ വളരെ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ജീരകപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ ജീരകം പൊടിച്ചതുണ്ടായതുകൊണ്ടാണ് കേട്ടോ നേരത്തെ ഇടാത്തത്. അത് നമ്മുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് വേണ്ടവർക്ക് നന്നായിട്ട് ഇടാം, കുറച്ച് വേണ്ടവർക്ക് കുറച്ച് ഇടാം. എന്നിട്ട് ഇതേ ഞാൻ പൊടിയായിട്ട് മെയിൻ ഇടുന്ന ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടും കേട്ടോ. കളർ കിട്ടാൻ ഞാൻ തീ കുറച്ച് വെച്ചേക്കും കേട്ടോ. തീ ഓഫാക്കിയേ. ഇനി നമുക്ക് മെയിൻ വേണ്ടതെന്നറിയാമോ? തൈര്. ഇത് ഇവിടുത്തെ തൈര് നല്ല കട്ടയായിട്ടായിരിക്കണേ. കട്ട തൈരായിട്ട് നമ്മൾ എടുക്കുന്ന തൈരിൻ്റെ അത്രയും കൂടെ വെള്ളം ചേർക്കും കേട്ടോ. തിളപ്പിച്ചാർച്ച വെള്ളം അതും കൂടെ ചേർത്ത് നമുക്ക് ഇതിനകത്തോട് ഒഴിച്ച് കൊടുക്കാവേ. ഇതുണ്ടോ, ഇതുപോലെ കട്ടയായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് ഇതുകൊണ്ട് ചെറുതായിട്ട് അടിച്ച് കൊടുത്താലും മതി. ഫോർക്കോ അങ്ങനെ എന്തെങ്കിലും നന്നായിട്ട് അടിച്ച് ആക്കിയാലും മതി. ഞാനിപ്പോൾ അത്
സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിക്കകത്ത് ഓക്കെ. ഇത് ഞാൻ വെള്ളം തിളപ്പിച്ചാർച്ച് വെച്ചേക്കുന്നത് അറിയിട്ടില്ല, ചെറു ചൂട വെള്ളം കേട്ടോ. ഇത് ആ ഒപ്പം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കറക്കിക്കൊണ്ട് വരാവേ. നാട്ടിലാണെങ്കിൽ അത്രയും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല അല്ലേ? നാട്ടിൽ ഇത്രയും കട്ടിത്തൈരൊന്നും അല്ല കേട്ടോ. അല്ല, അതെ അതെ അതെ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കറക്കിക്കൊണ്ട് വരാവേ. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ മോര് പോലെ ഇരുന്നാലും ആളെയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല കട്ടിയാവും കേട്ടോ. അത് കുറച്ച് നേരം കഴിയുമ്പം തിക്കാവും കേട്ടോ. ഇത് ഇങ്ങനെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ അടിച്ച് നേരത്തെ വെച്ചിരുന്ന് കാണാൻ നമുക്ക് തീ ചെറുതായിട്ട് കുറച്ച് വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത് അടിക്കാതെ ഇരുന്നുകൊണ്ടാണ് ഞാനിപ്പോൾ തീ ഓഫാക്കിയത്. ഞാനിപ്പോൾ തീ കത്തിച്ച് കൊടുക്കുക കേട്ടോ. അമ്മ ഉപ്പിട്ടില്ലല്ലോ അമ്മ. മോരുകറിക്കൊക്കെ നമ്മൾ ഒരിക്കലും ഇപ്പോൾ ഇത് നമ്മൾ ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഉപ്പിടരുത് കേട്ടോ. നമ്മൾ ഓഫാക്കി കഴിഞ്ഞ് പറ്റുമെങ്കിൽ ഒരു മിനിറ്റ് കൂടെ കഴിഞ്ഞ് ഉപ്പിട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. ഒരിക്കലും മോരുകറിക്ക് നമ്മൾ ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുപ്പിൽ ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നും ഉപ്പിട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഓഫാക്കിയിട്ട് ഇട്ട് കൊടുക്കാവുള്ളൂ. ചിലപ്പോൾ അത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ആ മോരിൻ്റെ ശരിക്കും ആ രുചി വരണമെങ്കിൽ ഓഫാക്കിയിട്ട് ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. ഞാൻ മറന്നുപോയതല്ല, അതേ ഉപ്പൂടെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ? അതെ, ജസ്റ്റ് ഓഫാക്കിയിട്ട് എന്താണേലും ഓഫാക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാവുള്ളൂ. നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം ഈ സൈഡിൽ കൂടെ ചെറിയ പത പോലെ വരുവേ. അതുപോലെ എപ്പോഴും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എല്ലായിടത്തും ഒരുപോലെ ചൂട് വരണം കേട്ടോ. നമ്മൾ ഇട്ടേക്കണ എല്ലാ സാധനവും മോളി വരും നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ. അന്നേരം നമുക്ക് ഓഫാക്കാം കേട്ടോ. ഭയങ്കരമായിട്ട് തിളച്ച് മറിയൊന്നും ചെയ്തു കേട്ടോ. ഈ സൈഡിൽ കൂടെ നമുക്കറിയാം പയ്യെ പതഞ്ഞ് വരും. പാത്രത്തിൻ്റെ സൈഡിൽ കൂടെ പയ്യെ പതഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്ക് ഓഫാക്കാം കേട്ടോ. ഇളക്കി കൊടുക്കുന്നതുകൊണ്ട് എല്ലായിടത്തും ഒരേപോലെ ചൂടേ വരുള്ളൂ. എല്ലായിടത്തും ഒരേ ചൂടായിരിക്കും, നമുക്കറിയാം. അതേപോലെ ഞാനിന്ന് മിറേനെ കൊണ്ടൊരു സിനിമ കാണാൻ പോയല്ലേ? അതെ അതെ അതെ. ഞാനിന്ന് മിറക്കോട്ടനെ കൊണ്ടൊരു സിനിമ കാണാൻ പോയ കേട്ടോ. മോന അവളുടെ ഫേവറേറ്റ് കാർട്ടൂണാണ് കേട്ടോ. കാർട്ടൂൺ എന്നല്ല, ഒരു എന്താ പറയുക ആനിമേഷൻ ക്യാരക്ടറാണ് കേട്ടോ മോന എന്ന് പറയുന്നത്. അപ്പം എപ്പോൾ ടി വിയിലുണ്ടെങ്കിലും അതെ അതെ വഴക്കൊക്കെ കൂടുമ്പോൾ ഏത് ടി വി ഇട്ട് കൊടുക്കുവാണെങ്കിൽ തന്നെ ഏതാ ഇടണം ചോദിച്ചാൽ ചാടി മോനയുടെ ഇടാൻ പറയും കേട്ടോ. മോഹനിടാൻ പറയും. മോനെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ മിറായിക്കൊന്നും. നീ വീഡിയോ ഒന്നും എടുത്തില്ല എൻ്റെ? ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാനത് ഇതിൻ്റെ കൂടെ നിങ്ങളെ കാണിക്കണം. ഭയങ്കര കയ്യടിയും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ മാൻ. അതെല്ലേ? ഭയങ്കര കയ്യടിയും കണ്ട് ചീയും ഒച്ചയും ബഹളവും കയ്യടിയും ഭയങ്കര ഹാപ്പി ആയിരുന്നു അവള്. ഇതുകൊണ്ടോ ഇതിനകത്ത് പുക വരുന്നുണ്ടോ? ആവി വരുന്നുണ്ടോ? ഇതല്ല അമ്മ പറയുന്ന പുക അല്ലേ? ഈ ആവി വരുമ്പോഴത്തേക്കും കണ്ടോ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഈ ആവി വരുന്നു കേട്ടോ. ഞാൻ എന്താ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതുകൊണ്ടോ നല്ല സൂപ്പർ മോരുകറി. മതി മതി മതി. എത്ര ദിവസം വേണേലും ഇരുന്നോളും കേട്ടോ. നമുക്ക് അതിനാവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. സംഭവം ഒരു 1-2 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എന്താ പറയാ ഒന്ന് തണുത്തിട്ടുണ്ടല്ലേ അമ്മേ? അപ്പോഴത്തേക്ക് അമ്മ അതിനകത്ത് ആവശ്യമുള്ള ഉപ്പിട്ടു. പിന്നെ നമ്മളങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ കാണുന്ന മോരും ഈ കാണുന്ന ബീഫോടെ കൂടി പിടുത്തം പിടിക്കും. നല്ല കുത്തിരി ചോറില് രണ്ടും കൂടെ കൂടി വേറെ ഒരു കറിയും വേണ്ട അല്ലേ മാം? നിമിഷം പറഞ്ഞാലേ മോരുകറി ഇഷ്ടമാടാ. നിമിഷം മോരുകറി ഭയങ്കര ഇഷ്ടമാണ്. അവളെന്തായാലും വരാറായല്ലോ, സമയമായല്ലോ കേട്ടോ. പിന്നെ ഭയങ്കര സന്തോഷമുണ്ട് നിമിഷയ്ക്ക് ഇപ്പോൾ. എന്നാ നിങ്ങളോട് ഞാൻ വരുമ്പോൾ പറയട്ടെ. ഞാൻ പറയണത് ശരിയല്ലല്ലോ, നിമിഷം തന്നെ പറയട്ടെ. നിമിഷം വരട്ടെ. നിമിഷം ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ വരുമ്പോൾ നിമിഷം തന്നെ അത് പറയൂട്ടോ. അതെ അതെ, എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യം പറയാനുണ്ട്. നിമിഷയ്ക്ക് അതെ അതെ അതെ. അങ്ങനെ നമ്മുടെ നിമിഷം വന്നെത്തി. ഹലോ, എങ്ങനെ ഉണ്ടായിരുന്നു നിമിഷം? ഡ്യൂട്ടി തിരക്കായിരുന്നു. ഭയങ്കര മഴ, എനിക്കൊന്നും കാണാൻ മേലായിരുന്നു. ഭയങ്കര ചതച്ചു കുത്തി മഴയായിരുന്നു. ഭയങ്കര ഇരുട്ടും ഭയങ്കര മഴയായിരുന്നു. ഞാൻ ഇങ്ങനെ നോക്കി വന്നു. ഇച്ചിരി പാടായിരുന്നു കാണാനായിട്ട്. ഭയങ്കര ശക്തമായിട്ടുള്ള മഴയൊക്കെ ആയിരുന്നു. അതെ അതെ, ഭയങ്കര പാടായിരുന്നു. അങ്ങനെ കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് ഇവിടെ എത്തി. കുഴപ്പമൊന്നുമില്ല. നൈറ്റിനേക്കാളും ഭേദം അല്ലേ? അതെ നൈറ്റ്. പക്ഷെ ഞാൻ 11:30 തുടങ്ങി. അപ്പോൾ 8 മണി വരെ ഞങ്ങൾക്ക് ഇച്ചിരിയോടെ ഒന്ന് പേഷ്യൻസ് ഇച്ചിരിയുടെ നേരം നിൽക്കണമായിരുന്നു. അത് ഇച്ചിരി താമസിച്ചു പോയി. എന്നാലും കുഴപ്പമില്ല. അതേ, ഞങ്ങളിപ്പോൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് നിമിഷം ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കണേ. നിമിഷയ്ക്ക് ഒരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട്. ഹാപ്പിയാന്നുള്ളത് ഞങ്ങൾ പറഞ്ഞാൽ ശരിയാവില്ല. നീ എന്തിനാ ചിരിക്കണേ? അവൻ കേട്ട് ഹാപ്പി ന്യൂസ് നടന്നു. അവൻ നീ എന്താ ചിരിക്കണേ? ഓ, അത് കൊള്ളാം, നന്നായിട്ടുണ്ട്. എന്നാ വേറെ കൂടെ ചിരിക്കണേ. വേറെ ഐസ്ക്രീം തന്നോണ്ടിരിക്കുക. ഐസ് ബ്ലോക്ക് തന്നെയാണ്. ഇഷ്ടപ്പെട്ടോ മിറായി? അമ്മയാണോ? എങ്ങനെയുണ്ട്? നല്ലതാണോ? അപ്പം എൻ്റെ ഹാപ്പി ന്യൂസ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പപ്പയും മമ്മിയും ഇന്ന് വന്നു. ക്യാൻബറയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതെ 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 അതെ. അപ്പം എൻ്റെ ചേച്ചിയും ചേട്ടനുണ്ട്. അപ്പോൾ അവരുടെ കൂടെ പപ്പയും മമ്മിയും വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് അവർ ലാൻഡ് ചെയ്തു. ഇപ്പോൾ കുറച്ച് നേരം വിളിച്ചു. അവർ സുഖമായിട്ട് ലാൻഡ് ചെയ്തു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ നമ്മളിനി ഉടനെ അങ്ങോട്ട് പോകുന്നതായിരിക്കും അല്ലേ? പിന്നെ ഉറപ്പായിട്ട്
ഒരു ക്യാൻബറ ട്രിപ്പ് ഉടനെ ഉള്ളതായിരിക്കും. അതെ അതെ. അങ്ങനെ നിമിഷയുടെ പപ്പയും മമ്മിയും ഓസ്ട്രേലിയയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇവർ അടുത്ത ദിവസം പോകണ്ട കേട്ടോ. അടുത്ത ദിവസം പോകാൻ വേണ്ടി അടുത്ത ആഴ്ച അല്ലേ, തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ കൂടി പോകുമായിരിക്കും. ദിവസം പോകാൻ വേണ്ടി ഇരിക്കുന്നു. അങ്ങനെ നിമിഷം ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പം പിന്നെ അമ്മമ്മയൊക്കെ കാണാൻ വേണ്ടി അല്ലേ. രാവിലെ ഞാൻ അവനെ ഒരു ഇതിട്ട് ബാപ്റ്റിസ്റ്റിന് ഇട്ടപ്പോൾ അവള് അതാരടി മോളിയമ്മി മോളിയമ്മീനെ അപ്പപ്പേനെ ഒക്കെ അറിയാം അല്ലേ. അപ്പപ്പ പപ്പ എന്നൊക്കെ പറഞ്ഞു. അതെ. നിങ്ങളുടെ അപ്പപ്പയുടെ പേരെന്നാന്നറിയാവോ? അപ്പപ്പയുടെ പേരെന്നാ? പപ്പയുടെ പേരെന്നാ? അമ്മച്ചിയുടെ പേരെന്നാ? എല്ലാം അറിയാമോ? കാണാൻ പോകണ്ടേ അപ്പൊ അവരെമിറ? അമ്മച്ചി അപ്പപ്പേക്ക് വന്നിട്ടുണ്ടെന്ന് കാണാൻ പോകണ്ടേ പറക്കട്ടാ? പിള്ളേർ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. അടുത്ത ദിവസം പോയി എല്ലാവരോടും പോയി കാണും കേട്ടോ. 2 ദിവസമായിട്ട് ഞങ്ങൾ വന്നിട്ടില്ല അല്ലേ. 2 ദിവസം ഡ്യൂട്ടി ആയിരുന്നു. അതിനുള്ള സമയം കിട്ടില്ല വീഡിയോ എടുക്കാനായിട്ട്. 2 ദിവസം അല്ല, ഈ ആഴ്ച കംപ്ലീറ്റ് ഡ്യൂട്ടി ആയിരുന്നു 2 പേർക്ക്. അവന് 5 അല്ല, അവന് 6 or 7 എന്തത് അത്ര ദിവസമുണ്ട്. അതുകൊണ്ട് എടുക്കാൻ പറ്റാത്ത കേട്ടോ. ബാക്കി പാടുവോ? എനിക്ക് അങ്ങനെ പാടാൻ പറ്റില്ല. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നെഞ്ചിരിയിലലിയുന്നു ജീവരാഗം. നല്ല പാട്ട് പാടാം. എനിക്കല്ലേ 2 ലൈൻ അറിയില്ല, മറന്നുപോയില്ല. അത് കുഴപ്പമില്ല അച്ഛാ. ആ പാട് വേറെ പാട്, നല്ലൊരു പാട്ട് പാടും. താരാപദം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നുവോ നവമേഘമേ കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുറിഞ്ഞി കൂമ്പിൽ മൃദു ചുംബനങ്ങൾ നൽകാൻ. താരാപദം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. പഠിക്കോ. അമ്മേ എന്നെ അമ്മേ ചന്ദ്രേശ്വര തന്നെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോചന്നെ അമ്മേ കയലക്കാരും അമ്മ ചുവനുകാരെ അപ്പോൾ ഇതേ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ബെല്ലൈക്കണും അമർത്തണം. അതെ അതെ അതെ. ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും